വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്കൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അവല് വിളയിച്ചത് നിങ്ങൾക്ക് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാനിയ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് അവല് വിളയിച്ചതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അവല് വേണം, റെഡ് റൈസിൻ്റെ ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പോഹ, ശർക്കര ഒന്ന് ചതച്ചെടുത്തതാണ് ഉരുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്, ചിരകിയ തേങ്ങ, നെയ്യ്, കാഷ്യൂ, ഏലക്ക ചതച്ചത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാവേ. ഇതൊരു 2.5 കപ്പ് ശർക്കരയുണ്ട് കേട്ടോ. ഒന്ന് കല്ലിലൊന്ന് ചതച്ചെടുത്തതാ. ഇതിലേക്ക് ഒരു 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിക്കാറാകുമ്പോഴത്തേക്കിനും ഒന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു 4 കപ്പ് അവലുണ്ട് കേട്ടോ. ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് കുറച്ചൊന്ന് ക്രിസ്പി ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് സോഗി ആയി പോവേ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, കരിഞ്ഞൊന്നും പോവല്ലേ. ഇപ്പം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഉരുളിയിൽ നിന്ന് അങ്ങ് മാറ്റിയേക്കാം. അവലൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. എപ്പോഴും അരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിലൊരു മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും, അപ്പം അരിച്ചെടുക്കണേ. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരു 4-5 കപ്പ് തേങ്ങയുണ്ട്. തേങ്ങ ഇച്ചിരി കൂടിയാലും നല്ലതാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഒന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കണേ. ഒരു പിഞ്ച് വരുന്ന പോലെ ഉപ്പിട്ടാൽ മതി. ഇതൊരു 10-15 ഏലക്കയുണ്ട് ചതച്ചെടുത്തതിൻ്റെ അകത്തെ സീഡ്സ് മാത്രമായിട്ട്. ഇതിലേക്ക് നമ്മളിനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. നെയ്യ് ഇട്ട് കൊടുക്കാവേ. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു 1 കപ്പ് കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് റേസിൻസ് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ഇഷ്ടമാണെങ്കിൽ അതും ഫ്രൈ ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂസ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവട്ടെ. കാഷ്യൂ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ അവലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇതുണ്ടല്ലോ എയർ ടൈറ്റ് ആയിട്ടൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് 5-6 മാസം വരെ കേടുകൂടാതിരിക്കുവേ. ഒട്ടും നനവൊന്നും പിടിക്കാതെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.